നമസ്കാരം. ലേറ്റ് എഡിഷനിൽ വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. കൊല്ലം പാലത്തറ സ്വദേശിയായ 65-കാരനാണ് മരിച്ചത്. ഇതോടെ രോഗം ബാധിച്ച ഈ മാസം മാത്രം 12 പേർ മരിച്ചു. തൃശൂർ കുതിരാനിൽ വനം വകുപ്പ് വാച്ചറെ ആക്രമിച്ചതിന് സമീപത്ത് വെച്ച് കാട്ടാന ഫോറസ്റ്റ് ജീപ്പ് തകർത്തു. ജീപ്പിൽ നിന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇറങ്ങിയോടിയതിനാൽ അപകടം ഒഴിവായി. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സൂരജ് സജ്ജിയാണ് ചേരുന്നത്. സൂരജ്, വിശദാംശങ്ങൾ. ക്രിസ്റ്റിന, ഈ പഴയ കുതിരാൻ റോഡിൽ കഴിഞ്ഞ ദിവസം കാട്ടാന ഒരു വനം വകുപ്പ് വാച്ചറെ ആക്രമിച്ചിരുന്നു. അതേ ഇടത്ത് ഇന്ന് കാട്ടാന ഇറങ്ങിയതറിഞ്ഞ് ആനയെ തുരത്താനെത്തിയ വനം വകുപ്പിന്റെ ജീപ്പിന് നേരെയാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ മേഖലയിൽ ഇറങ്ങുന്ന ഒറ്റയാനാണ്. വലിയ രീതിയിൽ ജനവാസ മേഖലയിൽ ആന പരിഭ്രാന്തി പരത്തിക്കൊണ്ട് ഓടുകയായിരുന്നു. ഈ വിവരം അറിഞ്ഞാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയത്. ആനയെ കണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ജീപ്പ് തിരിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനിടയിൽ ആന ഓടിയെത്തി ഈ ജീപ്പിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. ഇതോടുകൂടി ആ വാഹനത്തിലുണ്ടായിരുന്ന ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ജീപ്പിന്റെ മുൻഭാഗം ഈ കാട്ടാന തകർക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ആന പരിഭ്രാന്തിപ്പെട്ട് ഇപ്പോൾ ഈ മേഖലയിലൂടെ ഓടുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമീപത്ത് താമസിക്കുന്ന ആളുകളോട് ആരോടും പുറത്തിറങ്ങരുത് എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമം അത് വനംവകുപ്പ് തുടരുകയാണ്. കൂടുതൽ ഉദ്യോഗസ്ഥരടക്കം ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. ക്രിസ്റ്റിന, ശരി. സൂരജ് സജ്ജിയാണ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. PM ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളം പിന്മാറരുതെന്ന് കേന്ദ്ര സർക്കാർ. കരാറിൽ ഉറച്ചു നിൽക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രതികരിച്ചു. പദ്ധതി മരവിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെ SSK ഫണ്ട് കേന്ദ്രം തടഞ്ഞെന്ന സൂചന. ഫണ്ട് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുമായി ചർച്ച നടത്തി. PMC പദ്ധതിയിൽ ചേർന്നയുടൻ SSK ഫണ്ട് 320 കോടി രൂപ സംസ്ഥാനത്തിന് ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. ബുധനാഴ്ച പണം അനുവദിക്കുമെന്ന അറിയിപ്പും ലഭിച്ചിരുന്നു. പക്ഷേ പദ്ധതി മരവിപ്പിക്കാൻ തീരുമാനിച്ചതോടെ ഫണ്ട് അനുവദിക്കുന്നതിൽ നിന്ന് കേന്ദ്രം പിന്നോട്ട് പോയി. ഇതേ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ധീരജ് സാഹു IASുമായി മന്ത്രി വി ശിവൻകുട്ടി ചർച്ച നടത്തി. കേരളം വീണ്ടും പ്രപ്പോസൽ സമർപ്പിക്കാനായിരുന്നു കേന്ദ്ര സെക്രട്ടറിയുടെ പുതിയ നിർദ്ദേശം. പദ്ധതി മരവിപ്പിക്കാനുള്ള തീരുമാനം ചീഫ് സെക്രട്ടറി കേന്ദ്രത്തെ അറിയിക്കും. കേന്ദ്രത്തെ അറിയിക്കാനുള്ള കരട് റിപ്പോർട്ട് തയ്യാറായി. അതിനിടെ കേരളം കരാറിൽ ഉറച്ചു നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. I don't have that information. I came to know Kerala government in principle agreed to join PM3. We all are happy to know that Kerala government is joining PM3 school movement. I don't know about any dilemma of Kerala government. PMC കരാർ മരവിപ്പിക്കുന്നുവെന്ന പ്രഖ്യാപനം കാപട്യമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. എഗ്രിമെന്റ് ഒപ്പുവെച്ചാൽ അത് കത്ത് കൊടുത്താൽ മതി. സാധാരണക്കാരന് മനസ്സിലാകുന്നതല്ലേ എഗ്രിമെന്റ് വെക്കുന്നത്. വെറുതെ കത്ത് കൊടുക്കുക, അല്ലെ ചെന്നിട്ട് ഇനി എനിക്ക് പറ്റിയല്ലെന്ന് പറയുന്ന പോലെയല്ലേ. കത്തിന് കടലാസിന്റെ വിലയല്ലേ ഉള്ളൂ. കേരളത്തിൽ പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ABVP കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. 24 തിരുവനന്തപുരം. PM ശ്രീ വിവാദം സംസ്ഥാന നേതൃത്വം കൈകാര്യം ചെയ്ത രീതിയിൽ CPIM കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തി. CPI മുന്നണി വിടാൻ സാധ്യതയുണ്ടായിരുന്ന വിഷയത്തിൽ സമവായമുണ്ടാക്കാൻ ശ്രമിക്കാതെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മണ്ഡലത്തിലെ പരിപാടിക്ക് പോയതിൽ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. 24 പുറത്തുവിട്ട വാർത്തയോട് പ്രതികരിച്ച CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഓരോ നേതാവിന്റെയും സംഭാവന നോക്കേണ്ട കാര്യമില്ലെന്നാണ് മറുപടി നൽകിയത്. 24 ബിഗ് ബ്രേക്ക്. സംസ്ഥാനത്തെ ഇടതുമുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിച്ചേക്കാവുന്ന നിർണായകമായ രാഷ്ട്രീയ പ്രശ്നമായാണ് CPIM കേന്ദ്ര നേതൃത്വം PMC വിവാദത്തെ കണ്ടത്. വിവാദം പരിശോധിച്ച അവൈലബിൾ പൊളിറ്റ് ബ്യൂറോ യോഗം 1969 മാതൃകയിൽ CPI ഇടതുമുന്നണി വിട്ടുപോകാനുള്ള സാഹചര്യമുണ്ടെന്ന് വിലയിരുത്തി. എന്നാൽ ഇതേ ഗൗരവത്തിൽ സംസ്ഥാന നേതൃത്വം വിവാദത്തെ സമീപിച്ചില്ല എന്നതാണ് CPIM കേന്ദ്ര നേതൃത്വത്തിന്റെ വിമർശനം. വിഷയത്തെ സംസ്ഥാന നേതൃത്വം വളരെ ലാഘവത്തോടെയാണ് കണ്ടത്. വിവാദം കത്തിപ്പടരുമ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തളിപ്പറമ്പിലെ പ്രാദേശിക പരിപാടികൾക്ക് പോയത് ഇതിന് തെളിവായും അവർ ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചതനുസരിച്ചാണ് MV ഗോവിന്ദൻ തലസ്ഥാനത്തേക്ക് മടങ്ങി വന്നത്. ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഇടപെടലാണ് പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടും തിരുത്തിയത്. PMC വിഷയത്തെ സംസ്ഥാന നേതൃത്വം കൈകാര്യം ചെയ്ത രീതിയിൽ അതൃപ്തിയുണ്ടെന്ന 24 വാർത്ത MA ബേബി നിഷേധിച്ചില്ല. ഓരോരുത്തരുടെയും ഈ പങ്കാളിത്തത്തിലുള്ള ജാഗ്രതയുടെയും ശ്രദ്ധയുടെയും അളവ് സെൻറ്റിമീറ്റർ കണക്കിന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഷേക്സ്പിയറിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വാചകമുണ്ട്, നന്നായി പര്യവസാനിച്ചത് എല്ലാവർക്കും നല്ലത്. PMC പദ്ധതി സംബന്ധിച്ച ഭിന്നത അവസാനിപ്പിക്കാൻ ഇടപെട്ടതിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും CPIM കേന്ദ്ര നേതൃത്വത്തെ അഭിനന്ദിച്ചിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വത്തെ തിരുത്തിക്കൊണ്ടുള്ള ഇടപെടലിലൂടെ ദേശീയ നേതൃത്വം എല്ലാ കാലത്തും കാഴ്ചക്കാരായിരിക്കുന്ന സന്ദേശമാണ് നൽകുന്നത്. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം.
അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നതിൽ വിവാദം. സർക്കാർ പാവപ്പെട്ടവരെ വെച്ച് രാഷ്ട്രീയം കളിക്കുന്നെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഒരു ദിവസം കൊണ്ടെടുത്ത തീരുമാനമല്ലെന്ന് വിമർശനങ്ങൾക്ക് മന്ത്രി എം.പി. രാജേഷിന്റെ മറുപടി. കേരളപ്പിറവി ദിനമായ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രഖ്യാപനം നടത്തും. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനത്തിൽ സർക്കാർ കള്ളം പറയുന്നുവെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കുകയാണ് സർക്കാർ. ഇതിനായി എന്തു മാനദണ്ഡമാണ് ഉപയോഗിച്ചതെന്നും ചോദ്യം. സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയാണ്. ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന ചെപ്പടി വിദ്യയാണ് സർക്കാർ ഇതിലൂടെ കാണിക്കുന്നത്. 4.5 കൊല്ലം മുമ്പ് നൽകിയ വാഗ്ദാനം എന്തുകൊണ്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചെന്ന BJP. ഇലക്ഷന്റെ 4 മാസം മുമ്പ് പ്രഖ്യാപിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനമാണോ ഇത്? ജനങ്ങളെ വഞ്ചിക്കല്ലേ? അതേസമയം ഭക്ഷണം, ആരോഗ്യം, വസ്ത്രം, സുരക്ഷിത വാസസ്ഥലം എന്നിവ ഇല്ലാത്തവരാണ് അതിദരിദ്രരെന്ന് എം.പി. രാജേഷ് വിശദീകരിച്ചു. വിമർശനങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയമെന്നും മന്ത്രി. അപ്പോൾ കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന കാര്യത്തിൽ എന്തായാലും തർക്കത്തിന് അവർ മുതിരുന്നില്ല. ക്രെഡിറ്റിന്റെ കാര്യത്തിലാണ്. കേരളപ്പിറവി ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ കേരളത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കും. ശനിയാഴ്ച സഭ സമ്മേളിക്കുന്നതിന് തടസ്സമായ ചട്ടം സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ടാകും സഭാ സമ്മേളനം തുടങ്ങുക. വൈകിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മമ്മൂട്ടിയും മോഹൻലാലും കമലഹാസനും മുഖ്യ അതിഥികളാകും. 24 തിരുവനന്തപുരം. സർക്കാരിന്റെ ക്ഷേമ പ്രഖ്യാപനങ്ങൾ നാളെ മുതൽ നടപ്പിലാകും. സർക്കാർ ജീവനക്കാരുടെ DA ഉൾപ്പെടെ പുതുക്കിയ ശമ്പളം നാളെ ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് 4% ക്ഷാമബത്തെയാണ് കൂട്ടിയത്. വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ നവംബർ 20 മുതൽ വിതരണം ചെയ്യും. അവസാന ഗഡു കുടിശ്ശിക ഉൾപ്പെടെ 3600 രൂപ വീതം ലഭിക്കും. 2000 രൂപയായി ക്ഷേമ പെൻഷൻ. നല്ല വർധനയാണ്. ആ ക്ഷേമ പെൻഷൻ ഈ മാസം കൊടുത്തു തുടങ്ങും എന്ന് മാത്രമല്ല, ഒരു കുടിശ്ശിക കൊടുക്കാനുണ്ട് 1600 രൂപ. അത് രണ്ടും കൂടെ ചേർത്ത് 3600 രൂപ ഈ 62 ലക്ഷം കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക് ഈ മാസം കൊടുക്കും. ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ചേർന്ന് ഈ അഭിമാനകരമായ സന്ദർഭത്തിൽ ആ പോസിറ്റീവായ കാര്യം അംഗീകരിക്കാനും കൂടി പ്രതിപക്ഷ നേതാവ് തയ്യാറാകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വീണ്ടും ഒരുമിച്ച് ചെയ്യാനുള്ളത് ചെയ്യാം. 24 ബിഗ് ബ്രേക്കിംഗ്. അർജന്റീനയുടെ കൊച്ചിയിലെ മത്സര നടത്തിപ്പിലെ ത്രികക്ഷി കരാർ കടലാസിൽ മാത്രം. കലൂർ സ്റ്റേഡിയം 65 ദിവസത്തേക്ക് സ്പോൺസർക്ക് തീരെഴുതി കൊടുക്കാനും വരുമാനം മുഴുവൻ ഒറ്റയ്ക്കെടുക്കുന്നതിന് അനുവാദം നൽകുന്ന തരത്തിലുള്ള കരാർ കരടിന്റെ പകർപ്പ് 24 ലഭിച്ചു. GCDA സ്റ്റേഡിയം വിട്ടുകൊടുത്തത് മന്ത്രിയുടെ വാക്കിൻ പുറത്തുനിന്ന് തെളിയിക്കുന്ന രേഖകളും 24 പുറത്തുവിട്ടു. ഇന്നും ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ കായികമന്ത്രി വി. അബ്ദുറഹിമാൻ തയ്യാറായില്ല. ലിയോണൽ മെസ്സിയുടെയും അർജന്റീന ടീമിന്റെയും പേരിൽ കായികമന്ത്രിയും സ്പോൺസറും നടത്തിയത് വഴിവിട്ട നീക്കങ്ങൾ. സ്പോർട്സ് കേരള ഫൗണ്ടേഷനും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും GCDAയും തമ്മിലുള്ള ത്രികക്ഷി കരാറിന്റെ കരട് 24 ലഭിച്ചു. GCDA സ്റ്റേഡിയം കൈമാറുന്നത് SKFനാണ്. എന്നാൽ SKFന് സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ എന്ത് അധികാരമോ അതെല്ലാം സ്പോൺസർക്കെന്ന തരത്തിലാണ് കരാർ. നവംബർ 30 വരെ 65 ദിവസത്തേക്കാണ് സ്റ്റേഡിയം സ്പോൺസർക്ക് തീരെഴുതി കൊടുക്കുക. സുരക്ഷാ ചെലവുകളടക്കം സർക്കാർ വഹിക്കുമെങ്കിലും ടിക്കറ്റിലൂടെയും സ്പോൺസർഷിപ്പിലൂടെയും ലഭിക്കുന്ന വരുമാനം മുഴുവൻ സ്പോൺസർക്കെടുക്കാമെന്നും സമ്മതിക്കുന്നു. എന്നാൽ അർജന്റീന ടീം വരില്ലെന്നറിയിച്ചതോടെ ഒപ്പിടും മുമ്പേ കരാർ പൊളിഞ്ഞെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കരാർ പോലും ഇല്ലാതെയാണ് GCDA സ്റ്റേഡിയം സ്പോൺസർക്ക് വിട്ടുകൊടുത്തതെന്ന് തെളിയിക്കുന്ന രേഖകളും 24 ലഭിച്ചു. കായികമന്ത്രി വി. അബ്ദുറഹിമാന്റെ ഒറ്റവാക്കിലാണ് ചില്ലിക്കാശ് പോലും നേരിട്ട് കിട്ടാത്ത പരിപാടിക്കായി GCDA സ്റ്റേഡിയം വിട്ടുകൊടുത്തത്. ഇത് തെളിയിക്കുന്ന കായിക വകുപ്പിന്റെ തന്നെ രേഖകളും 24 ലഭിച്ചു. അതേസമയം ഇന്നും ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറി കായിക മന്ത്രി. പരവുമായി ബന്ധപ്പെട്ട് പുതിയ രേഖകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ കരാറില്ലാതെയാണ് കൊടുത്തതെന്നൊക്കെയാണ് രേഖ. കരാർ പോലുമില്ലാതെ സ്വകാര്യ വ്യക്തിക്ക് സർക്കാർ മുതൽ വിട്ടുകൊടുത്തതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനിരിക്കുകയാണ് പ്രതിപക്ഷം. അനിൽ വാസുദേവ്, സ്പോർട്സ് ഡെസ്ക്, 24. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ രാപ്പകൽ സമരം തീരുന്നു. നാളെ രാവിലെ 11 മണിക്ക് സമര പ്രതിജ്ഞാ റാലിയോടെ സമരം അവസാനിപ്പിക്കും. ജില്ലാതലത്തിലും താഴെത്തട്ടിലും സമരം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ഓണറേറിയം കൂട്ടിയത് സമരത്തെ തുടർന്നല്ലെന്നാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ പ്രതികരണം. ഫെബ്രുവരി 10-നാണ് ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കലാനുകൂല്യം നൽകുക, പെൻഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം തുടങ്ങിയത്. ഒടുവിൽ 265 ദിവസങ്ങൾ പിന്നിടുമ്പോൾ രാപകൽ സമരം അവസാനിപ്പിക്കുന്നതായി ഔദ്യോഗിക പ്രഖ്യാപനം. 265 ദിവസമായി ഇവിടെ തുടർന്നു വരുന്ന ഈ സമര രൂപം ഞങ്ങൾ നാളെ അവസാനിപ്പിക്കുകയാണ്.
ആശമാരുടെ ഓണറേറിയം 1000 രൂപ കൂട്ടിയത് വിജയമെന്നാണ് സമരസമിതിയുടെ വിലയിരുത്തൽ. സർക്കാർ പ്രഖ്യാപനത്തെ ആശമാർ അംഗീകരിച്ചതിൽ സന്തോഷമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ഓണറേറിയം കൂട്ടിയത് സമരം കൊണ്ടല്ലെന്നും മന്ത്രി. എന്തായാലും അവർ സർക്കാരിനെ അഭിനന്ദിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നല്ല കാര്യമാണ്. ഇപ്പം അവർ പറയുന്നു ഈ സമരം കൊണ്ടാണ് വർദ്ധിപ്പിച്ചത്. അവരങ്ങനെ വിചാരിച്ചോട്ടെ, ആ സമരത്തിനോടൊന്നും നമുക്ക് അനുഭവമില്ലാതില്ല. സമര രീതി മാത്രമാണ് മാറ്റുന്നതെന്നും ആശമാർക്കുള്ള പിന്തുണ തുടരുമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഇനിയും അവരുടെ സമരം ജനങ്ങളുടെ പിന്തുണയോടെ, പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ ഇനിയും തുടരും. നാളെയാണ് സെക്രട്ടേറിയറ്റിനു മുന്നിലെ സമരപ്രതിജ്ഞാ റാലി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ റാലി ഉദ്ഘാടനം ചെയ്യും. 24 തിരുവനന്തപുരം. ശബരിമലയിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട രേഖകൾ ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്ത SIT കേസിലെ 2ാം പ്രതി മുരാരി ബാബുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ SIT ചോദ്യം ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് CK വാസുദേവനെ രാത്രി വൈകിയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. ഈഞ്ചക്കൽ ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. 1998-99 കാലഘട്ടത്തിൽ ശബരിമല ശ്രീകോവിൽ വിജയമല്യ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ കൈവശമില്ലെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ വാദം. രേഖകൾ കണ്ടെത്താൻ എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ദേവസ്വം കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘത്തെ ദേവസ്വം ബോർഡ് നിയോഗിച്ചിരുന്നു. രേഖകൾ ലഭ്യമാക്കിയില്ലെങ്കിൽ നിയമ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് SIT നൽകി. പക്ഷേ രേഖകൾ കൊടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാകാത്തതോടെയാണ് SIT ബോർഡ് ആസ്ഥാനത്ത് പരിശോധന നടത്തിയത്. തിരുവനന്തപുരം ദേവസ്വം ആസ്ഥാനത്തെ മരാമത്ത് ചീഫ് എഞ്ചിനീയർ ഓഫീസിലെ പഴയ ഫയലുകൾ സൂക്ഷിക്കുന്ന മുറിയിൽ നിന്നാണ് രേഖകൾ കണ്ടെടുത്തത്. 420 പേജുകളുള്ള രേഖകളാണ് കണ്ടെത്തിയത്. സ്വിറ്റ്സർലൻഡിൽ നിന്ന് 22 കാരറ്റ് സ്വർണം ഇറക്കുമതി ചെയ്ത രേഖകളും SITക്ക് ലഭിച്ചിട്ടുണ്ട്. അതേസമയം കേസിൽ 2ാം പ്രതി മുരാരി ബാബു റിമാൻഡിലായി. നവംബർ 14 വരെയാണ് റിമാൻഡിൽ വിട്ടത്. 24 കൊല്ലം. 1 കോടി സർക്കാർ ജോലി ഉൾപ്പെടെ വാഗ്ദാനങ്ങളുമായി ബീഹാറിൽ NDAയുടെ പ്രകടന പത്രിക. സ്ത്രീകൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും പ്രത്യേകം സാമ്പത്തിക സഹായം പത്രികയിലുണ്ട്. NDA സഖ്യകക്ഷി നേതാക്കൾ ചേർന്നാണ് പട്നയിൽ പ്രകടന പത്രിക പുറത്തിറക്കിയത്. പട്നയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആദ്യഘട്ട വോട്ടെടുപ്പിന് 6 ദിവസം മാത്രം ശേഷിക്കെ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയും ഇന്നിപ്പോൾ പുറത്തിറങ്ങുന്നു. മഹാസഖ്യമാവട്ടെ ഓരോ കുടുംബത്തിലും ഒരു സർക്കാർ ജോലി എന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മുന്നോട്ട് വെച്ചപ്പോൾ അതിന് NDAയുടെ മറുപടി 1 കോടി സർക്കാർ തൊഴിലവസരങ്ങൾ എന്നതായിരുന്നു. സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായുള്ള പ്രഖ്യാപനങ്ങളുമുണ്ട്. 1 ലക്ഷം രൂപയെങ്കിലും ഒരു വർഷം സമ്പാദിക്കാൻ കഴിയുന്ന തരത്തിൽ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനുള്ള പദ്ധതി, ലാഖ്പതി ദീദി പദ്ധതി അവർ ആവിഷ്കരിച്ചിരിക്കുന്നു. 1 കോടി സ്ത്രീകളെയെങ്കിലും വർഷം 1 ലക്ഷം രൂപ സമ്പാദിക്കുന്ന തരത്തിലേക്ക് ഉയർത്തണം എന്നതാണ് ഈ പ്രകടന പത്രികയിൽ അവർ മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനം. ഒപ്പം തന്നെ സ്ത്രീകൾക്ക് ഈ സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയുണ്ട്. പിന്നോക്ക വിഭാഗങ്ങളിലെ ആളുകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി 10 ലക്ഷം രൂപ നൽകുന്ന മറ്റൊരു പദ്ധതി കൂടിയുണ്ട്. പിന്നോക്ക വിഭാഗങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി റിട്ടയർ ചെയ്ത സുപ്രീം കോടതിയിലെ ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഹൈ ലെവൽ കമ്മിറ്റിയെ നിയോഗിക്കും എന്നതടക്കം 25 പദ്ധതികളാണ്, വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ NDA പുറത്തുവിട്ട പ്രകടന പത്രികയിൽ ഉള്ളത്. ഏതായാലും ഈ പ്രകടന പത്രിക കൂടി മുന്നോട്ട് വെച്ചായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ അവരുടെ പ്രചാരണം. NDAയുടെ സഖ്യകക്ഷികൾ എല്ലാവരും തന്നെ, പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഇന്നിപ്പോൾ പട്നയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ നടന്ന ചടങ്ങിലേക്ക് എത്തിയിരുന്നു. പക്ഷേ പ്രകടന പത്രിക പുറത്തിറക്കിയതിന് പിന്നാലെ, അത് കാണിച്ചതിന് പിന്നാലെ നേതാക്കൾ എല്ലാവരും തന്നെ അവിടെ നിന്ന് മടങ്ങിപ്പോവുകയായിരുന്നു. പിന്നീട് ഒരു വാർത്താ സമ്മേളനത്തിനൊന്നും തന്നെ അവർ കാത്തുനിന്നുമില്ല. ഏതായാലും രാഹുൽ ഗാന്ധിക്കെതിരെ BJP നൽകിയ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഇപ്പോഴുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപമാനിച്ചു എന്നതാണ് ആ പരാതി. വോട്ടിനു വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തും ചെയ്യും എന്നതായിരുന്നു രാഹുൽ നടത്തിയ പരാമർശം. ഏതായാലും രാഹുലിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് വരെ വിലക്കണം എന്ന ആവശ്യം BJP മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു നടപടിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഘട്ടത്തിൽ കടന്നിട്ടില്ല. RSSനെ നിരോധിക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. രാജ്യത്തെ പല ക്രമസമാധാന പ്രശ്നങ്ങൾക്കും കാരണം BJPയും RSSുമാണെന്നും ഖാർഗെ. NCERT പാഠപുസ്തകങ്ങളിൽ ചരിത്രവും സത്യവും മൂടിവെക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും ആരോപണം. ഖാർഗെയ്ക്ക് മറുപടിയുമായി BJP രംഗത്തെത്തി. RSSനെതിരെ വിഷം വമിപ്പിക്കുകയാണ് കോൺഗ്രസ് എന്ന് BJP. വീണ്ടും RSSനെ ചൊല്ലിയാണ് കോൺഗ്രസും BJPയും തമ്മിലുള്ള തർക്കം. രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം RSS എന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ വിമർശനം. സർദാർ വല്ലഭായ് പട്ടേലിനെ കോൺഗ്രസ് മറന്നുവെന്ന് പറയാൻ സംഘപരിവാറിന് അവകാശമില്ലെന്നും ഖാർഗെ. वल्लभ पटेल जो चीजें हमारे सामने रखी है, अगर उसको मर्यादा प्रधानमंत्री देते हैं. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് RSSൽ സജീവ അംഗങ്ങളാകാനുള്ള വിലക്ക് വല്ലഭായ് പട്ടേലിന്റെ കാലത്താണ് കൊണ്ടുവന്നതെന്നും
എന്നാൽ മോദി സർക്കാരാണ് അത് എടുത്തുകളഞ്ഞതെന്നും ഖാർഗെ ആരോപിച്ചു. കോൺഗ്രസ് അധ്യക്ഷന് മറുപടിയുമായി BJP രംഗത്തെത്തി. കോൺഗ്രസ് 50 വർഷത്തിലേറെയായി പട്ടേലിനെ അവഗണിച്ചു. കലാപകാരികൾക്കൊപ്പമാണ് കോൺഗ്രസ് നിൽക്കുന്നത് എന്നുമാണ് BJPയുടെ വിമർശനം. 24 ഡൽഹി. ലൈംഗികാരോപണ വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയ്ക്കൊപ്പം വേദി പങ്കിട്ട മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും CPIM MLA ശാന്തകുമാരിയും പാലക്കാട് നടന്ന ജില്ലാതല പട്ടയമേളയിലാണ് ഇരുവരും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ടത്. ഇന്ന് നടന്ന റവന്യൂ വകുപ്പിന്റെ പട്ടയമേളയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത്. മന്ത്രി കൃഷ്ണൻകുട്ടിയും ശാന്തകുമാരി MLA അടക്കമുള്ളവരും വേദിയിലുണ്ടായിരുന്നു. രാഹുലിനെതിരെ ആരോപണങ്ങൾ വന്നതിന് ശേഷം ആദ്യമായാണ് ഒരു മന്ത്രിയും CPIM MLAയും വേദി പങ്കിടുന്നത്. നേരത്തെ CPIM കണ്ണാടി പഞ്ചായത്ത് പ്രസിഡന്റും പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണും രാഹുലിനൊപ്പം വേദി പങ്കിട്ടത് വിവാദമായിരുന്നു. മന്ത്രി കെ രാജൻ ഓൺലൈനായി പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2303 പട്ടയങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. 24 പാലക്കാട്. മാലിന്യം നീക്കുന്നതിനിടെ ആമയിഴഞ്ചാൻ തോട്ടിലെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ജോയിയുടെ അമ്മയ്ക്ക് നഗരസഭ നിർമ്മിച്ച വീട് കൈമാറി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് താക്കോൽദാനം നിർവഹിച്ചു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് വാങ്ങി നൽകിയ ഭൂമിയിലാണ് നഗരസഭ വീട് നിർമ്മിച്ചു നൽകിയത്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ സമീപത്തുകൂടി ഒഴുകുന്ന ആമയിഴഞ്ചാം തോട്ടിൽ മാലിന്യം നീക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകുമെന്ന മേയർ ആര്യ രാജേന്ദ്രൻ അന്ന് പ്രഖ്യാപിച്ചിരുന്നു. തുടർന്നായിരുന്നു സർക്കാർ സഹായത്തോടെ വീട് നിർമ്മാണം. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭ നിർമ്മിച്ചു നൽകിയ വീട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ജോയിയുടെ അമ്മ മെൽഹിക്ക് കൈമാറി. ഈ വർഷം മാർച്ച് 26-നാണ് തറക്കല്ലിട്ടത്. 200 ദിവസത്തിനുള്ളിൽ വീട് പണി പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പോൾ കൊടുത്ത ഒരു വാക്ക് സമയത്ത് പാലിച്ചു എന്നുള്ളത് അഭിമാനകരമാണ്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് നെയ്യാറ്റിൻകര ചുള്ളിയൂരിൽ വാങ്ങി നൽകിയ 5 സെന്റ് ഭൂമിയിലായിരുന്നു വീട് നിർമ്മാണം. 2 മുറിയും അടുക്കളയും ശുചിമുറിയും ചേർത്ത് 650 ചതുരശ്ര അടിയിലാണ് നിർമ്മാണം. സ്വന്തമായി വീടില്ലാതിരുന്ന മെൽഹിയമ്മ സന്തോഷം പങ്കുവച്ചു. മേയർ എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തു. ഞായറാഴ്ചയും കൂടെ വന്ന് ഇവിടെ ഒന്നെല്ലാം കണ്ട് സംസാരിച്ച് കടന്നുപോയതാണ്. എനിക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പ്രഖ്യാപനം നടത്തി സമയബന്ധിതമായാണ് നഗരസഭ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 24 തിരുവനന്തപുരം. ഇടുക്കി അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തബാധിതർ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. ഇടുക്കി ജില്ലാ കളക്ടർ നേരിട്ടെത്തി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ദുരിതബാധിതരായ 30 കുടുംബങ്ങൾക്ക് ഭൂമിയും പുനരധിവാസത്തിന് സൗകര്യവും ഒരുക്കും. വാടക വീടുകൾ തയ്യാറാക്കുന്നതുവരെ അടിമാലിയിലെ MB കോളേജിൽ താമസ സൗകര്യമൊരുക്കും. അടിമാലിയിൽ നടന്നത് മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് കളക്ടർ പറഞ്ഞു. നിയമ നടപടികൾക്കല്ല, പുനരധിവാസത്തിനാണ് മുൻഗണന. ദുരന്തത്തിൽ പരിക്കേറ്റ സന്ധ്യയുടെ ചികിത്സയ്ക്ക് 3 ലക്ഷം രൂപ കൈമാറിയെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. സങ്കീർണമായ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തി ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. വൃക്കസ്തംഭനം മൂലം 1 വർഷമായി ആഴ്ചയിൽ 3 തവണ ഹീമോ ഡയാലിസിസ് നടത്തിപ്പോന്നിരുന്ന തൊടുപുഴ സ്വദേശിയായ 30 വയസ്സുകാരനാണ് അമ്മ വൃക്ക ദാനം ചെയ്തത്. യുവാവിന് അമിത ശരീരഭാരമുണ്ടായിരുന്നു. ദാതാവിന്റെ വൃക്കയ്ക്ക് 2 വൃക്ക ധമനികൾ ഉണ്ടായിരുന്നതും ഒരു ധമനിയുടെ നീളവും വ്യാസവും വളരെ കുറവുമായിരുന്നു. ഈ ഘടകങ്ങൾ വാസ്കുലർ അനാസ്റ്റോമോസിസ് ചെയ്യുന്നത് സങ്കീർണമാക്കി. അതിനൂതന ഉപകരണങ്ങൾ സഹായത്തോടെയാണ് ശസ്ത്രക്രിയ പൂർത്തീകരിച്ചത്. 15ഓളം വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക ഉപകരണങ്ങളും അടങ്ങുന്നതാണ് ചെങ്ങന്നൂർ KMC ആശുപത്രിയിലെ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയാ വിഭാഗമെന്ന് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ റവറന്റ് ഫാദർ ഡോക്ടർ അലക്സാണ്ടർ കൂടാരത്തിൽ അറിയിച്ചു. സർക്കാർ വാഹനങ്ങൾക്ക് ഇനി ഏകീകൃത നമ്പർ പ്ലേറ്റ് സീരീസ് KL90 സീരീസിൽ സർക്കാർ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യും. കേന്ദ്ര സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾക്കും പുതിയ സീരീസ് നൽകും. നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങി. KSRTC വാഹനങ്ങൾ KL15 ആരംഭിക്കുന്നത് പോലെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള എല്ലാ വാഹനങ്ങൾക്കും ഏകീകൃത നമ്പർ സീരീസ് വരുന്നു. സംസ്ഥാന സർക്കാരിന്റെയും വകുപ്പുകളുടെയും വാഹനങ്ങൾ KL90 തുടങ്ങും. 90 കഴിഞ്ഞാൽ KL90D സീരീസ് ആകും. കേന്ദ്ര സർക്കാരുകളുടെയും വകുപ്പുകളുടെയും വാഹനങ്ങൾ KL90A തുടങ്ങും. അത് അവസാനിച്ചാൽ KL90E രജിസ്ട്രേഷൻ നമ്പറുകൾ നൽകും. KL90B, KL90F എന്നീ രജിസ്ട്രേഷനുകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാഹന രജിസ്ട്രേഷൻ നമ്പറുകളാകും. അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, ബോർഡ് കോർപ്പറേഷനുകൾ, സർവകലാശാലകൾ എന്നിവയ്ക്ക് KL90Cയിൽ നമ്പർ പ്ലേറ്റുകൾ ആരംഭിക്കും. അത് കഴിഞ്ഞാൽ KL90G ആയിരിക്കും നമ്പർ സീരീസ്. മോട്ടോർ വാഹന വകുപ്പ് ചട്ടം ഭേദഗതി ചെയ്താണ് പുതിയ മാറ്റം. ഈ നമ്പർ പ്ലേറ്റുകളുള്ള വാഹനങ്ങൾ ഏതെങ്കിലും കാരണത്താൽ
സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ വിൽക്കുമ്പോൾ വാഹന രജിസ്ട്രേഷൻ നമ്പർ മാറ്റണമെന്നും നിർദ്ദേശമുണ്ട്. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, പ്രോട്ടോകോൾ വാഹനങ്ങൾ എന്നിവയ്ക്കായി ചില നമ്പർ പ്ലേറ്റുകൾ പ്രത്യേകമായി മാറ്റിവെക്കും. 24 തിരുവനന്തപുരം. TJ ചന്ദ്രചൂഡൻ സ്മാരക അവാർഡ് ദാന ചടങ്ങിൽ പരസ്പരം പുകഴ്ത്തി മുതിർന്ന CPIM നേതാവ് ജി സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും. മന്ത്രിയായിട്ടില്ലെങ്കിലും പ്രതിപക്ഷത്തെ പ്രഗത്ഭനായ നേതാവാണ് വി ഡി സതീശനെന്ന് ജി സുധാകരൻ. ആശയങ്ങളിൽ വെള്ളം ചേർക്കാത്തയാളും നീതിമാനായ മന്ത്രിയുമായിരുന്നു ജി സുധാകരനെന്ന് സതീശന്റെ പുകഴ്ത്തൽ. സൈബർ പോരാളികൾക്കെതിരായ നിലപാടിലും വി ഡി സതീശനും ജി സുധാകരനും ഒന്നിച്ചു. കോൺഗ്രസ് വേദിയിലെത്തിയതിനു പിന്നാലെ RSP നേതാവിന്റെ പേരിലുള്ള പുരസ്കാരത്തിനും അർഹനായ ജി സുധാകരനായിരുന്നു ചടങ്ങിലെ ശ്രദ്ധാകേന്ദ്രം. ആശംസകൾ നേർന്ന RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണും CMP ജനറൽ സെക്രട്ടറി CP ജോണും ജി സുധാകരനെ പ്രശംസ കൊണ്ട് മൂടി. പുരസ്കാരദാനം നടത്തിയ വി ഡി സതീശന്റെ പ്രശംസ വേറിട്ട് നിന്നു. അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഒരിക്കലും തൻ്റെ ആശയങ്ങളെ ഡൈല്യൂട്ട് ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു നീതിമാനായ ഒരു ഭരണാധികാരിയാണ്. ഞാനൊരു MLA എന്നുള്ള നിലയിൽ എനിക്കത് അനുഭവമുണ്ട്. മറുപടി പ്രസംഗം നടത്തിയ ജി സുധാകരൻ നല്ല വാക്കുകൾ കൊണ്ട് സതീഷിനോടുള്ള കടം വീട്ടി. അധികാരം ഉണ്ടെങ്കിൽ ജീവിക്കാനും കൊള്ളാമെന്ന് ആരാ പറഞ്ഞു? സതീശൻ ഇതുവരെ മന്ത്രിയായിട്ടില്ല, പക്ഷേ നിയമസഭയിലെ പ്രധാനപ്പെട്ട MLA പ്രതിപക്ഷ നേതാവാണ്. സൈബർ ആക്രമണത്തിന് ഇരയാകുന്നവർ എന്ന നിലയിൽ ജി സുധാകരനും വി ഡി സതീശനും പങ്കുവച്ച അഭിപ്രായങ്ങളും ശ്രദ്ധേയമായി. വാദിയെ പ്രതിയാക്കും സോഷ്യൽ മീഡിയ, കൊടും കുറ്റവാളിയെ വെള്ളപൂശിയെടുക്കും, വൈറ്റ് വാഷ് ചെയ്തെടുക്കും. ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ പറഞ്ഞ് വൈറ്റ് വാഷ് ചെയ്തെടുക്കും, മിടുക്കന്മാരാക്കി മാറ്റും. ചോദ്യം ചെയ്യുന്നവരെ അപമാനിക്കും. ഓരോ പാർട്ടിയും സൈബർ പോരാളികളെ നിയമിച്ചിട്ടില്ല, അവർ സ്വയം അങ്ങനെ ആക്കി തീർക്കുകയാണ്. പല പേരും കളവാണ്. നല്ലൊരു വഴിയുണ്ട്, ആ കമന്റ് ബോക്സ് അങ്ങ് ക്ലോസ് ചെയ്തിട്ടാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.